അത് ഒരു ഇടയ്ക്ക് നല്ല മൂടൊക്കെ ആകുമ്പോഴേക്കും പുള്ളിയുടെ പാട്ടൊക്കെ എൻ്റെ വേണുഗോപാലിൻ്റെ ഒക്കെ പാട്ടൊക്കെ എടുത്ത് കേൾക്കും. പിന്നെ ഏതോ വാർമുകിലൊക്കെ നല്ല ഇഷ്ടമാണ് പാട്ടൊക്കെ. അതിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഏതോ വാർമുകിൽ രണ്ട് പരിപാടി ഏത് ഏതോ വാർമുകിൽ പാടിയ അതാ ഏതോ വാർമുകിലിൻ കിനാവിൽ മുത്തേ നീ വന്നു ഏതോ വാർമുകിലിൻ കിനാവിൽ മുത്തായി നീ വന്നു ഓമലേ ജീവനിൽ അമൃതഗാനായി വീണ്ടും എന്നിൽ ഏതോ മകളാൽ കിനാവിൽ മുത്തായി നീ വന്നു. ഈ പാടം ആയിട്ട് കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ? വീടിന്റെ ബാക്കിലാണ്. വീടിന്റെ ബാക്കിൽ തന്നെയാണോ അത്? വീടിന്റെ ബാക്കിൽ കണ്ടാണ് ചില കൃഷിപ്പാടം വലിയൊരു പാടം. അത് അതിന്റെ ബാക്കിലാണ്, അതിന്റെ ഫ്രണ്ട് സൈഡിലാണ് ഞങ്ങളുടെ വീട്. The view is so beautiful but you are more beautiful than the view എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ അതിൽ എഴുതുന്നുണ്ട്. ബ്രോനെ കാണാനാ ഭംഗി, വ്യൂവിനെ കാണാൻ. മറ്റേ സൂര്യാസ്തമയം അതൊക്കെ ഭയങ്കര വലിയ ഒരു ബൂസ്റ്റർ അല്ലേ സത്യം പറഞ്ഞാൽ. ലൈക്ക് ഇടും. അപ്പോൾ പറഞ്ഞത് കൊള്ള എല്ലാവർക്കും ആ ചിരിയാണല്ലോ പറയണത്. ആ വീഡിയോക്കകത്ത് എല്ലാവരും പറഞ്ഞ ചിരിയാണ്. ഞാൻ പറഞ്ഞ ശരി അടിപൊളി കേൾക്കുമ്പോൾ നല്ല രസമാണ്, ഹാപ്പിനെസ് ആണ്. നമുക്ക് അതേ ഉള്ളൂ. അമ്മമാർക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, എനിക്ക് സന്തോഷം കിട്ടും. ഞാൻ എപ്പോഴും തന്നെ സന്തോഷം. നമ്മൾ ഈ ലോകത്തിൽ ഇപ്പോൾ എല്ലാവരും മറന്നു പോകുന്നതാണ് ചിരിക്കാൻ മറക്കുന്നത്. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ബിസിയായി പോകുമ്പോഴേക്കും ഒക്കെ ബാക്കിയെല്ലാം നമുക്ക് നോക്കുന്നുണ്ട്. ദേഷ്യം, കോപം, നമ്മൾ ആരും ചിരിക്കുന്നില്ല. വീഡിയോസ് കാണുമ്പോൾ മാത്രം നമ്മളിങ്ങനെ ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചിരിക്കുന്നില്ല. ഫോൺ എടുത്ത് മാറ്റി വെച്ചാൽ പിന്നെ എല്ലാം പഴയ പോലെ നോർമലായിട്ട്. ശരിയാ. നമ്മൾ ഒത്തിരി ഇരുന്ന് ചിരിക്കാൻ പാടില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് വട്ടാന്ന് പറയും. അവർ റാൻഡായിട്ട് ആളുകളൊക്കെ കണ്ടിട്ട് അച്ഛൻ ചിരിക്കാറുണ്ട്. അപ്പോൾ ഒരാൾ ഓപ്പോസിറ്റ് വരുന്നു, അങ്ങോട്ട് നോക്കി ചിരിക്കാറുണ്ട്. ചിരിച്ചു വിടും നമ്മൾ. കാരണം നമുക്കിപ്പം ഒരു പകർന്നു കൊടുക്കാൻ പറ്റുന്ന അത് മാത്രമേ ഉള്ളൂ, സ്നേഹവും ചിരിയും. ഈ പ്രൊഫൈലിലെ മണി മാറ്റേഴ്സ് എഴുതാൻ കാര്യം എന്താ? ബയോയില് ചുമ്മാ ഇട്ട് നോക്കിയത്. അതില്ല കാരണമൊന്നും ഇല്ല. അത് പണ്ട് അത് കുറച്ചാൾ മുമ്പ് ചുമ്മാ ഇട്ട് നോക്കിയത്. ശരി ഇത് കിടക്കട്ടെ കിടക്കേണ്ടത് പറഞ്ഞിട്ട് കൊടുത്ത്. ഈ പ്രണയിക്കുന്ന സമയത്തൊക്കെ അവരും പറഞ്ഞിരുന്നത് ചിരി കാണാൻ തന്നെ ഭംഗിയെന്ന കോംപ്ലിമെന്റ്സ് ഒന്നും പറഞ്ഞിരുന്നില്ല ആരും? എന്തുവാ ഈ പ്രണയിക്കുന്ന പെൺപിള്ളേരാരും കോംപ്ലിമെന്റ് പെൺപിള്ളേരല്ല, പെൺകുട്ടി. ഓ ശരി, ഒരാളേ ഉള്ളൂ അല്ലേ? ഒറ്റ അതിനുള്ളായിരുന്നു. അത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ നോക്കിയിട്ടുണ്ട്. ചുമ്മാ ദിവസം വായി നോക്കുമെന്നല്ലാതെ സീരിയസ് റിലേഷൻഷിപ്പ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറയുന്നില്ലേ ചിരി നല്ലതാണെന്ന്? ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്. ഈ DP ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോ ഇല്ലേ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് ചിരിക്കുന്നത്, അത് എവിടെ നിന്ന് എടുത്തതാ? അത് ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ ഡാൻസ് വീട്ട് ബാഗിനെ കാണുന്ന സ്വിച്ച് ബോർഡ് ഇല്ലേ, നമ്മൾ ബൾബ് ഉണ്ട്. അപ്പൊ നോക്കുന്ന നേരത്ത് കുളിച്ചിട്ട് വന്നിട്ട് നേരെ ചുമ്മാ ഇങ്ങനെ എടുത്താണ്. ഇങ്ങനൊരു ഫോട്ടോ എടുത്താലോ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത്. അപ്പൊ അതങ്ങനെ എടുത്ത്. പിന്നെ കുറച്ച് കറുപ്പും കുറച്ച് ചുവപ്പും കയറ്റി വിട്ടു. അങ്ങനെ കുറച്ച് ഇതാക്കി വിട്ടത്. അപ്പൊ അത് കൊള്ള DP അന്നിട്ട്. അതിന് പിന്നെ എല്ലാവരും DP കമന്റ് വന്നു, DP കൊള്ളാം എന്ന് പറഞ്ഞു. ഇത് മാറ്റില് അതന്നെ ഇട്ടോ, കണ്ടിന്യൂ ചെയ്തോളാൻ പറഞ്ഞ് കുറേ മെസ്സേജും കാര്യങ്ങളും വരുന്നുണ്ട്. ശരി, അതിട്ട് മാറ്റി. ഒരു ദിവസം മാറ്റിയപ്പോഴേക്കും ഒരുത്തം മെസ്സേജ് വെച്ച് എന്തിനാ മാറ്റിയെന്ന് പറഞ്ഞു. കലിപ്പ് നമുക്ക് റെഡിനെ ദേഷ്യപ്പെടുന്ന റെഡിൻ്റെ കാര്യം. ഞാൻ ശരി നീ അടങ്ങ്, ഞാൻ ഇടാ, തിരിച്ചിടാ. ഞാൻ തിരിച്ചൊക്കെ ഇട്ട് വിട്ട്. അതിന് ഭയങ്കര ഇതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ അതോ കിടന്നോട്ടെ, അനക്കുന്നില്ല. ഇപ്പം അത് അന്നൊരു ആവശ്യത്തിനകത്ത് എടുത്ത് ഇടുകയും ചെയ്തു. ഇപ്പം മെയിൽ ID, വാട്സപ്പ്, കോളർ, ഇപ്പം എല്ലാത്തിലും അതാ. അപ്പൊ ആർക്കൊക്കെ ഈ മെയിൽ ID ഒക്കെ അയക്കാൻ നേരത്ത് പുള്ളി ഇവിടെ എന്തുവാണ് ഇതൊക്കെ എന്തിനാ ഇട്ടിരിക്കുന്നത്? കാണിക്കാൻ പറ്റത്തില്ല. ഫോൺ ഓഫായി പോയി. ഇതിലേക്ക് കാണിച്ചിട്ട് ഒരു ഗൂഗിൾ പേ കിടത്തി ഇങ്ങനെ സ്കാൻ ചെയ്യാൻ കൊടുക്കാൻ നേരത്ത് സത്യം പറയുന്നത് ആരാ? ചുമ്മാ ആവശ്യത്തിന് ഇട്ടേ, പിന്നെ മാറ്റിയില്ല. അവിടെ കിടക്കുന്നത് സിനിമ തന്നെയാണോ സ്വപ്നം? അതൊന്നും അങ്ങനൊന്നും സ്വപ്നം വിചാരിച്ചിട്ടില്ല. നമുക്ക് ചാൻസ് കിട്ടുവാണെങ്കിൽ ഓക്കെ ചെയ്യാമെന്നുള്ള. അതിന്റെ പറഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ നല്ലപോലെ അഭിനയിക്കണം. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ അഭിനയം ഇല്ലെങ്കിൽ ഓക്കെ, നീ മാറ്, അടുത്തവൻ വാ എന്നൊരു മൈൻഡ് ആയിരിക്കും. ഓഫർ കിട്ടി നമ്മൾ അഭിനയിക്കാൻ ഇത്രയോടെ പഠിക്കുവാണെങ്കിൽ ഓക്കെ, ചെയ്യുന്നതിൽ അങ്ങോട്ട് പോയി ശ്രമിക്കാൻ ആഗ്രഹം. അതല്ലേ പറഞ്ഞു, അഭിനയിക്കാനും കൂടെ നമുക്ക് അറിയുന്ന പോയി ശ്രമിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മളെ ഒരു ചെറിയൊരു ഇപ്പം കണ്ടിട്ട് വിളിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് അവർക്കറിയാം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യത്തുള്ളെന്ന്. അപ്പം ഞാനിപ്പോൾ അങ്ങോട്ട് ഇതുപോലെ ചോദിച്ചിട്ട് ഇതുപോലത്തെ റോള് ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചൊരു റോള് തരികയാണെങ്കിൽ എനിക്കത് ആ ക്യാമറയുടെ മുമ്പിൽ അഭിനയിച്ച് ഫലിപ്പിക്കേണ്ട. ഞാൻ അവർ പറയുന്നൊരു എക്സ്പെക്റ്റേഷൻ അവർക്ക് ഞാൻ കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് പിൽക്കാലത്ത് എനിക്കതൊരു ദോഷം ചെയ്യത്തുള്ളൂ.
അതുകൊണ്ട് ഞാൻ അധികം ഫിലിം ഇൻഡസ്ട്രിയോട്ട് ഞാൻ അങ്ങനെ ശ്രദ്ധ ചെലുത്തുന്നില്ല. ഈ ഫിലിം സെലിബ്രിറ്റീസ് ആളുകൾ കമന്റ് ചെയ്യോ മെസ്സേജ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ആരൊക്കെയാ? നമ്മുടെ അഭിലാഷ് ശോഭിത്തിന്റെ അഭിലാഷും പുള്ളി മെസ്സേജ് ആയിരുന്നു, വീഡിയോസ് എല്ലാം നല്ലതാണ്. പിന്നെ ശിവ ചേച്ചി കമന്റ് ഇട്ടായിരുന്നു മറ്റേ കുയിലിന്റെ വീഡിയോയ്ക്ക്. മധുബലകൃഷ്ണൻ സാറ് അതുപോലെ മധുബലകൃഷ്ണൻ സാറ് പാട്ടുപാടിയാണ് കമന്റ് ഇട്ടായിരുന്നു. പിന്നെ മറ്റേ ഗോപി സുന്ദറൊക്കെ മറ്റേ വേറൊരു വീഡിയോ എടുത്ത് സ്റ്റോറി ഒക്കെ ഇട്ടായിരുന്നു. അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ മെസ്സേജിക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടമാണോ സ്വയം സ്ക്രീനിൽ കാണാൻ? സ്വയം സ്ക്രീനിൽ കാണാൻ കുഴപ്പമില്ല. ഇപ്പൊ ഒരു പടത്തിന് ഷൂട്ട് കഴിഞ്ഞു, അത് ഞാൻ പുള്ളി വലിയ സാറ്റിസ്ഫൈഡ് അല്ല ഡയറക്ടർ. കാരണം വെച്ചാൽ ഒരു പുള്ളി ഒത്തിരി എക്സ്പെക്ട് ചെയ്തായിരുന്നു. കാരണം റീൽസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് ഒരു എക്സ്പ്രഷൻ ഒക്കെ ക്യാമറ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ക്യാമറ ഉണ്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി. അപ്പം പുള്ളി പറഞ്ഞു, ചേട്ടാ നീ ആ ക്യാമറ ഓൺ ആക്കുന്നൊരു കുഴപ്പമില്ല, പക്ഷെ ക്യാമറ ഓൺ കഴിഞ്ഞ് പിന്നെ നിനക്ക് അതൊന്നും വരുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ഞാൻ പറഞ്ഞില്ല ക്യാമറ ഉണ്ടോ ഞാൻ പേടിച്ചു. അവസാനം പറഞ്ഞ് പേടിച്ച് അറച്ചു പോയി, ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പുള്ളി വലിയ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു പിന്നെ വെറുതെ. എന്തൊക്കെയാ ഈ ഭാവി പരിപാടികൾ? അടുത്തതിൽ നോക്കണം, ജോലി നോക്കണം. പുറത്തോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹം. ആഗ്രഹമല്ല, പുറത്തോട്ട് പോകണമെന്നാണ്. പുറത്തെന്തെങ്കിലും പോയി ജോലി അപ്ലൈ ചെയ്തിട്ടുണ്ട്, കിട്ടുവാണെങ്കിൽ പോകും. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആവുക അങ്ങനെ ഇൻഫ്ലുവൻസ് ഞാൻ പറയത്തില്ലട്ടാ. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ആരും നമുക്ക് ഇൻഫ്ലുവൻസ് ആകേണ്ട കാര്യമില്ല. കാരണം ഇപ്പം എൻ്റെ വീഡിയോ ആണ്, നിങ്ങൾ എൻജോയ് ചെയ്യുക, അത് തന്നെ. ഇപ്പോൾ അയാൾ ഇപ്പം ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമുക്ക് ആരെയും ഒന്നും നേടാനില്ല. അതൊരു പ്രൊഫഷൻ ആക്കണമെന്ന് ഒരു സമയത്ത് തോന്നിയിട്ടില്ല അല്ലേ? ഇല്ല, അങ്ങനെയൊക്കെ ഞാൻ നേരത്തെ ആക്കത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ആട് കയറിയാണ്, നേരത്തെ പെയ്ഡായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. ഇൻഫ്ലുവൻസ് ചെയ്യണ്ടേ, നമുക്ക് ആരും ഇൻഫ്ലുവൻസ് ചെയ്യണ്ട. നിങ്ങൾ വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെടണമെങ്കിൽ കമന്റ് അടിക്കുക. ഇൻഫ്ലുവൻസ് ചെയ്ത് നമുക്ക് ആരെയും ഒന്നും നേടാണ്ട. നിശബ്ദമായിട്ടിരിക്കുന്നു. ഞാൻ ആദ്യമായിട്ട് എങ്ങനെ ഒരാളെ കാണുന്നത്. കാരണം നമ്മുടെ നോർമലി ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അവർക്കൊരു ഭയങ്കര പ്ലാനൊക്കെ കാണും. ഇന്ന കാര്യം ചെയ്തിട്ട് ഇന്ന കാര്യമായിട്ട് അച്ചീവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും. പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ നിങ്ങളെൻ്റെ വീഡിയോസ് കണ്ടാൽ മതി, ഞാനിത് അത്ര സീരിയസ് ആയിട്ടുള്ളതാണ്, ഞാനൊരു ഫണ്ണായിട്ടാണ്, നിങ്ങളും അങ്ങനെ കണ്ടാൽ മതി. ഇതെല്ലാം നമ്മൾ ഫണ്ണായിട്ട് തുടങ്ങിയില്ല. എനിക്കിപ്പം ഞാൻ പറയില്ലേ, ഇപ്പം ഞാൻ എൻ്റെ പണ്ടിരുന്ന നോട്ട്ബുക്കിൽ ഇരട്ടവലും ബുക്കിനകത്ത് ഇങ്ങനെ ഇതുപോലെ തുടങ്ങണം, ഇങ്ങനെ ആകണം, ഇത്ര വർഷത്തിൽ അങ്ങനെയൊന്നും തുടങ്ങിയതല്ല. ജസ്റ്റ് നമ്മൾ എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഞാൻ ഇത് വീഡിയോ ഇട്ട് തുടങ്ങി. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ എന്നെ ഫോളോ, ലൈക്ക് അടിച്ച്, കമൻറ്റ് അടിച്ച്, ഷെയർ ചെയ്ത് ഇതും അതുപോലെ മുമ്പോട്ട് പോകാനാണ്. കാരണം ഇനി അവരിട്ട് വെറുപ്പിക്കേണ്ട, ഇപ്പം തന്നെ അവര് വെറുപ്പിക്കുന്നുണ്ട്, അവരിട്ട് അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി അവർക്ക് വേണ്ടി വേണ്ട. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ നല്ലതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് ആളുകൾ മോശവും പറയും. ഒരു കാര്യമില്ലാണ്ടൊക്കെ ചിലപ്പോൾ മോശം പറയും. അതുകൊണ്ട് ഇല്ലെന്നല്ല, വേണം ആൾക്കാർ അതുപോലൊക്കെ വേണം. എങ്കിലും ഒരു രസമുള്ളൂ, ഒരു കോയിനാകുമ്പോൾ രണ്ട് സൈഡും വേണമല്ലോ. ആളുകളപ്പോൾ ബോഡി ഷേമിങ് കമന്റ് ഒക്കെ ഇടുമ്പോൾ ദേഷ്യം വരുന്ന അച്ഛൻ എന്തിനാണ്? പണ്ടുണ്ടായത് വണ്ടി തന്നെ, പിന്നെ ഇപ്പോൾ ശീലമായി ഇട്ട തന്നെ ഇവന്മാരെ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കും. ആവർത്തന വിരസത. എന്താ ഏറ്റവും അധികം കണ്ടിട്ട് ഇവർക്ക് ഇത് മടുത്തില്ല എന്ന് തോന്നുന്ന കമന്റ്? ഇതൊരു ബോഡിയുടെ തന്നെ. അത് പിന്നെ ഞാൻ മൈൻഡ് ചെയ്തില്ല. മൈൻഡ് ചെയ്യുന്നില്ല, സത്യം അത് മൈൻഡ് ചെയ്തില്ല. നമ്മൾ കാണും, ലൈക്ക് അടിച്ച് ചിരിയും വിടും. പിന്നെ അതൊന്നും വലിയ ഇതില്ല. പണ്ടൊക്കെ ആണെന്ന് സീരിയസ് വൈസ് ആയിരുന്നു, എന്താണ് ഇതൊക്കെ കലിപ്പൊക്കെ വരും. പക്ഷെ ഇപ്പൊ ഒന്നും ഇല്ല. ഇപ്പൊ അതൊരു മാതിരി മറ്റേ പോട്ട് തട്ടി വിടും. നമ്മൾ പിന്നെ അത് മതി. സോ ഇത്രയും കോൺഫിഡൻസ് ഉണ്ടാകാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുക. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നം വരത്തില്ല. നമ്മൾ ജസ്റ്റ് ഇപ്പം നമ്മളില്ലേ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഒരു ഫേക്ക് വേൾഡ് അല്ലേ. ഒറിജിനൽ റിയാലിറ്റി ഇന്ന് എക്സ്കേപ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾ ക്രിയേറ്റ് ചെയ്തു. അവിടെ നമ്മൾ ഇത്രയും അടി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. റിയൽ ലൈഫ് വരുമ്പോൾ നമ്മളെല്ലാവർക്കും ഇത് വേറൊരു ഇതായിരിക്കും, മോഹമായിരിക്കും. അക്സെപ്റ്റ് ചെയ്യുക, നമ്മൾ ഇതൊക്കെ തന്നെയാണെന്ന് അക്സെപ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കുഴപ്പവും വരത്തില്ല. അവരെന്ത് വിചാരിക്കുന്നൊരു നമ്മൾ ഇത് വിചാരിക്കുന്നു നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിതാണ്, അത് അവർക്ക് അറിയാമെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ. ഒരിക്കലും നമ്മൾ ഇങ്ങനെ ആകുമെന്നും പറഞ്ഞ് ചെയ്തിട്ട് കാര്യമില്ല. വളരെ ജെന്യുവൻ ആയിട്ട് ഒരാളോട് സംസാരിച്ച പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ട്. ഡെഫിനറ്റ്ലി സ്വപ്നങ്ങളൊക്കെ സാധ്യമാവട്ടെ. ആൻഡ് ചിലപ്പോൾ ഇതൊക്കെ കാണുന്ന റീൽസൊക്കെ കാണുന്ന ആളുകൾ അവർക്ക് പറ്റുന്ന റോളിലേക്കും കൂടി അച്ഛനെ കൺസിഡർ ചെയ്യട്ടെ സിനിമ എന്നുള്ള രീതിയിൽ. അവിടെ ഒരു സ്കോപ്പ് ഉള്ള പോലെ നമുക്കൊക്കെ തോന്നി നമ്മൾ അച്ഛൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ. ഡെഫിനറ്റ്ലി ഇനിയും കരിയർ ഒരുപാട് മുന്നോട്ട് പോട്ടെ. പറ്റുമെങ്കിൽ നാട്ടിൽ തന്നെ നിൽക്കുക. താങ്ക് യു. നേരത്തിന് ഒരുപാട് നന്ദി. ഓ അത് കുഴപ്പമില്ല, നന്ദിയുണ്ടേ. ഓക്കെ.